തീക്ക് കൂട്ടാൻ റെഡിയാവാൻ 30 മിനിറ്റ് എടുത്തിട്ടുണ്ട്. 30 മിനിറ്റ് സബോള വഴറ്റി, തക്കാളി വഴറ്റി, മല്ലിമുളകും വഴറ്റി, ഇറച്ചി വഴറ്റി, തേങ്ങാപ്പാൽ ഒഴിച്ച് റെഡിയായി വരുമ്പോൾ 30 മിനിറ്റ്, കറക്റ്റ് 30 മിനിറ്റ് വരും. 2 കിലോ ചിക്കൻ കറി വെക്കാനുള്ള സാധനങ്ങൾ: 4 സബോള, 4 തക്കാളി, കുറച്ച് വെളുത്തുള്ളി, 2 ഇഞ്ചി, 5-6 കഷ്ണം ചുവന്നുള്ളി, 8 പച്ചമുളക്, കുറച്ച് മല്ലിച്ചപ്പും പുതിനയിലയും ഇവയൊക്കെ അരിഞ്ഞ് മിക്സ് ചെയ്ത് വഴറ്റണം. വഴറ്റുമ്പോൾ ഉപ്പിട്ടാണ് വഴറ്റണത്. മീനും എല്ലാം ഇട്ട് കഴിഞ്ഞ് കൂട്ടാൻ റെഡിയായി കഴിയുമ്പോൾ വേണമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്തിയാൽ മതി. സവോളയും തക്കാളിയും ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇറച്ചിയിട്ട് കൊടുക്കുക. ഇറച്ചിട്ടിട്ട് നല്ലോണം വഴറ്റുക. മസാല ഇളക്കി ഇതിൽ യോജിപ്പിക്കുക. ഇറച്ചിയിൽ ഇറച്ചിയിൽ നല്ലോണം മസാല ഇതായി പിടിച്ചിട്ടുണ്ട്. കുഴഞ്ഞ പോലെ ആയിട്ടാണ്. മൂടി വെച്ചിട്ട് ആവിയിൽ ചിക്കൻ വേവണം. 5 മിനിറ്റ് വരെ മൂടി വെക്കുക. ചിക്കൻ 5 മിനിറ്റ് അത് സിമ്മിലിട്ടിട്ട് അത് തീ ഒന്ന് കൂട്ടിയിടും. അപ്പോൾ ഈ വെള്ളമൊക്കെ ഇറങ്ങി മസാല ഒക്കെ ഇറച്ചിയുടെ ഉള്ളിലേക്ക് നല്ലോണം പിടിക്കും. ഇതിപ്പോൾ പാകമായി. ഇനി ഇതിലേക്ക് ഒരു തേങ്ങയുടെ പാല് ഒഴിക്കുക. തേങ്ങയുടെ പാലെടുത്തിട്ട് ഒഴിക്കുക.
ചാറ് വറ്റി കുറുകണ വരെ ഫുള്ള് ഫ്ലെയിമിലിട്ടിട്ട് കത്തിക്കുക. എന്നിട്ട് ഉപ്പുണ്ടോ നോക്കുക, ഉപ്പുണ്ട് വലിയ പോരെങ്കിൽ ഇടുക. ചാറ് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കുക, ചട്ടിയുടെ അടിയിൽ പിടിക്കാതിരിക്കാൻ. നന്നായി കൂട്ടാൻ വറ്റി നെയ്യ് വിരിഞ്ഞ് വരുമ്പോൾ പച്ചമുളക് ഇടുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിച്ചപ്പും പൊതിന ഇടുക. അത് കഴിഞ്ഞ് മസാലപ്പൊടി, ഏലക്കായ, കരയാമ്പൂവ്, ജാതിപത്രി, പെരിഞ്ചീരകം ഒക്കെ പൊടിച്ചത് ഒരു 2 ടീസ്പൂൺ.